ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 99-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. സുഗ്രീവൻ മഹോദരന് മൃതി വരുത്തിയത് കാണുകയാൽ മഹാബലവാനായ മഹാപാർശ്വൻ കോപിച്ച് തുടുത്ത കണ്ണുകളോടെ അംഗദന്റെ ഉഗ്രസൈന്യത്തെ അമ്പുകൾ കൊണ്ട് ക്ഷോഭിപ്പിച്ചു. വാനരമുഖ്യന്മാരുടെ ശിരസ്സുകൾ ശരീരങ്ങളിൽ നിന്ന് കാറ്റ് ഞെട്ടിൽ നിന്ന് കായ്കൾ എന്നതുപോലെ അവൻ താഴെ വീഴ്ത്തി. ആ രാക്ഷസൻ ചില വാനരന്മാരുടെ കൈകളും തോളുകളും അമ്പുകൾ കൊണ്ട് അറുത്തെറിഞ്ഞു. കലി കൊണ്ട് അവൻ വാനരന്മാരുടെ വാരിയെല്ലുകൾ പിളർന്നു. തേർദിതാബാണവർഷേണ മഹാപാർശ്വേന വാനരാഹ വിഷാദവിമുഖാഹ സർവേ ബഭൂവർഗതചേതസ. മഹാപാർശ്വന്റെ ശരവർഷം കൊണ്ട് വലഞ്ഞ വാനരന്മാരെല്ലാം അഴലോടെ ചിത്തം തകർന്ന് പിന്തിരിഞ്ഞു. മഹാബാഹുവായ അംഗദൻ രാക്ഷസന്റെ മർദ്ദനമേറ്റ് പരവശമായ പടയെ കണ്ട് വെളുത്ത വാവൻ നാളിൽ സമുദ്രത്തെ പോലെ വിക്ഷുപ്തനായി. ആയസം പരിഗംഗൃഹ്യ സൂര്യരശ്മി സമപ്രഭം. വാനരശ്രേഷ്ഠൻ സൂര്യരശ്മിക്ക് തുല്യമായ ഇരുമ്പ് കൊണ്ടുള്ള പരിഗമെടുത്ത് മഹാപാർശ്വനെ പ്രഹരിച്ചു. ആ പ്രഹരമേറ്റ് മഹാപാർശ്വൻ മോഹാലസ്യപ്പെട്ട് വീണു. സൂതരോടൊപ്പം അവൻ പ്രജ്ഞയേറ്റ് തേരിൽ നിന്ന് താഴേക്ക് പതിച്ചു. അപ്പോൾ തേജസ്വിയും നീലാഞ്ചന പർവ്വത തുല്യനും മഹാവീര്യവാനുമായ വൃക്ഷരാജാവ് കാർമേഘതുല്യമായ തന്റെ കൂട്ടത്തിൽ നിന്ന് ചാടിയെത്തി പർവ്വത ശിഖരം പോലെയുള്ള ഒരു പെരുമ്പാറയെടുത്ത് ക്രുദ്ധനായി കുതിരകളെ കൊന്നു. ആ തേരും തകർന്നു. മുഹൂർത്താൽ രക്തസംന്യസ്തോ മഹാപാർശ്വോ മഹാബലവാനായ മഹാപാർശ്വൻ മുഹൂർത്ത നേരം കൊണ്ട് ബോധം വീണ്ടെടുത്ത് വീണ്ടും വളരെയേറെ അമ്പുകൾ അംഗദനില് ആഞ്ഞെയ്തു. ജാമ്പവന്തം ത്രിഭിർബാണേ രാജധാന സ്ഥലാന്തരേ. ജാമ്പവാന്റെ മാറിടത്തില് 3 അമ്പുകൾ അവരെയ്തു. അനേകം ശരങ്ങൾ കൊണ്ട് ഋക്ഷരാജനെയും ഗവാക്ഷനെയും ഹനിച്ചു. ജാമ്പവന്തം ഗവാക്ഷം ജസദൃഷ്ട്വാ ശരപീഡിതവും. ജാമ്പവാനെയും ഗവാക്ഷനെയും ശരപീഡിതരായിട്ട് കണ്ട് ക്രോധമൂർച്ഛിതനായ അംഗദൻ ഘോരമായ ഒരു പരിഗമെടുത്തു. ബാലിസുതനായ അംഗദൻ ആ രാക്ഷസനോട് രോഷാകുലനായി സൂര്യരശ്മി സമപ്രഭമായ ഇരുമ്പുലക്ക ഇരുകൈകൾ കൊണ്ട് വെടുത്തി ചുഴറ്റി ദൂരത്ത് നിന്നിരുന്ന മഹാപാർശ്വനെ വധിക്കാനായിട്ട് ആഞ്ഞെറിഞ്ഞു. കരുത്തനായ അവനെറിഞ്ഞ പരികം രാക്ഷസന്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലും തൊപ്പിയുമൊക്കെ താഴെ വീഴ്ത്തി. പ്രതാപവാനായ ബാലിപുത്രൻ അതിവേഗം അവന്റെ അടുത്ത് ചെന്ന് ക്രുദ്ധനായി കുണ്ടലങ്ങൾ അണിഞ്ഞ ചെകിടത്ത് കൈത്തലം കൊണ്ട് അടിച്ചു. മഹാതേജസ്വിയും മഹാവേഗവാനുമായ മഹാപാർശ്വൻ ക്രോധത്തോടെ ഒറ്റക്കൈ കൊണ്ട് വലിയൊരു വെൺമഴുവെടുത്തു. മെഴുക്കിട്ടതും മിനുസമുള്ളതും ഉറപ്പുള്ളതും കരിമ്പാറ പോലെ കഠിനവുമായ ആ വെൺമഴു കോപിഷ്ഠനായ രാക്ഷസൻ അംഗദന്റെ നേർക്ക് എറിഞ്ഞു. തേന വാമാംസഫലകേ കൃശം പ്രത്യപപാതിതം അംഗദോ മോക്ഷയാമാസ സരോഷസ്തം പരശ്വതം. അവൻ ഇടം ചുവലിൽ ആഞ്ഞു വീഴ്ത്തി ആ വെൺമുഴു അംഗദൻ കോപത്തോടെ വേർപെടുത്തി. പിതൃതുല്യ പരാക്രമിയും വീരനുമായ ആ അംഗദൻ ക്രോധാകുലനായി വജ്രതുല്യമായ തന്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. മർമ്മജ്ഞനായ അവൻ രാക്ഷസന്റെ മാരടത്തിലെ ഹൃദയത്തിന് നേർക്ക് ഇന്ദ്രവജ്രം പോലെയുള്ള തന്റെ മുഷ്ടി പതിപ്പിച്ചു. മഹായുദ്ധത്തില് ആ മുഷ്ടിപ്രഹരമേറ്റ് രാക്ഷസന്റെ ഹൃദയം തകർന്നു. അവൻ കൊല്ലപ്പെട്ട് നിലത്തു വീണു. തസ്മിൻ നിപതിതേ ഭൂമോ തത്സൈന്യം പ്രജുക്ഷുഭേ. അവൻ നിലംപതിച്ചപ്പോൾ അവന്റെ സൈന്യം ഇളകി മറിഞ്ഞ് ഇടത്തിൽ രാവണന് കൊടിയ കോപവും ജനിപ്പിക്കുകയുണ്ടായി. കൃഷ്ണന്മാരായ വാനരന്മാരുടെ അട്ടഹാസം വർദ്ധിച്ചു വന്നു. കോത്തളങ്ങളടക്കമുള്ള ലങ്കയെ പിളർക്കുമാർ ഇന്ദ്രനോടൊത്ത് ദേവന്മാരുടെ ആർപ്പ് വിളികൾ മുഴങ്ങി. അപ്പോൾ ഇന്ദ്രശത്രുവായ രാക്ഷസന്റെ യുദ്ധത്തിൽ ദേവന്മാരുടെയും വാനരന്മാരുടെയും കോലാഹലങ്ങൾ കേട്ട് കോപാകുലനായിട്ട് വീണ്ടും പോരിനൊരുങ്ങി നിന്നു. ഇങ്ങനെ അംഗദനും മഹാപാർശ്വനും തമ്മിൽ നടക്കുന്ന യുദ്ധവും ഒടുവിൽ അംഗദനാല മഹാപാർശ്വൻ വധിക്കപ്പെടുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.